കരവിരുതിന്റെ താളമേളത്തിൽ കസാമിയ ഒരുക്കുന്ന രുചിയുടെ ഇന്ദ്രജാലം ഇനി കരുളായിലും. ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം കസാമിയുടെ സ്വാദ്. കസാമിയ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ബൈപ്പാസ് റോഡ്, കരുളായി. അവർ ബ്രാഞ്ചസ് പൂക്കോട്ടുംപാടം, കാളികാവ്. നിലമ്പൂർ വല്ലപ്പുഴയിൽ പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് അബ്ദുൾ റഷീദ് എന്നയാൾ മരിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി. കൂട്ടുപ്രതികളെയും അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാസം 26-ന് പുലർച്ചെയാണ് വല്ലപ്പുഴ മനോളൻ അബ്ദുൾ റഷീദിനെ വീടിന് സമീപമുള്ള തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റാണ് മരണമെന്ന് പിന്നീട് വ്യക്തമായി. തുടർന്ന് പന്നിക്കിണി വെച്ച അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അറസ്റ്റ് വിവരം മാധ്യമങ്ങളെ പോലും അറിയിക്കാതെ പോലീസ് മൂടിവെക്കുകയായിരുന്നു. ഇയാൾക്കൊപ്പം പന്നിയിറച്ചി വിൽപ്പന നടത്തുന്ന സംഘവും സംഭവത്തിൽ കൂട്ടുപ്രതികളാണ്. എന്നാൽ കൂട്ടുപ്രതികളെക്കുറിച്ച് അന്വേഷണം നടത്താനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും പോലീസ് ശ്രമിക്കുന്നില്ല. സംഭവം നടന്ന് 15 ദിവസം പിന്നിട്ടിട്ടും അധികൃതർ തുടർ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. പിടിയിലായ പ്രതി താമസിക്കുന്ന വാടക വീട്ടിൽ നിന്ന് അനധികൃതമായി വൈദ്യുതി വലിച്ചാണ് പന്നിക്കിണി സ്ഥാപിച്ചത്. ഇതിനെതിരെ വൈദ്യുതി വകുപ്പും നടപടി സ്വീകരിക്കുന്നില്ല. വഴിക്കടവ് വെള്ളക്കട്ടയിൽ പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് അനന്തു എന്ന വിദ്യാർത്ഥി മരിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമാന സംഭവം തന്നെയാണ് വല്ലപ്പുഴയിലും ഉണ്ടായത്. അബ്ദുൾ റഷീദിന്റെ മരണം സംബന്ധിച്ച അന്വേഷണവും ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. റഷീദിന് നീതി ലഭ്യമാക്കുന്നതോടൊപ്പം കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും റഷീദിന്റെ ബന്ധുക്കളും ആവശ്യപ്പെട്ടു. നമ്മുടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാണ്ടായ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയ് 26-ാം തീയതിയാണ് റഷീദ് അപകടത്തിൽപ്പെടുന്ന പന്നി വിൽപ്പന നടത്തുന്ന ടീമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ പന്നിക്ക് വേണ്ടിയുള്ള ഒരു കെണി ഒരുക്കിയതാണ്. ആ കെണിയിൽ രാവിലെ അന്ന് മഴക്കാലാണല്ലോ, വെള്ളം കൂടുതൽ തോട്ടിൽ കയറിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി പോയ സമയത്താണ് ആ കെണിയിൽ പെടുന്നത്. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് പോകുന്നത്. അപ്പോൾ കെണിയിൽ പെട്ടിട്ട് ഇപ്പൊ ഏകദേശം 15 ദിവസത്തോളമായി. നമ്മുടെ ഈ വിഷയത്തിൽ നമുക്ക് വേണ്ടത്ര ഒരു പ്രോഗ്രസ് വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്നലെ 8 മണിക്ക് നമ്മൾ നാട്ടുകാർ മൊത്തം കൂടി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ഇതിന്റെ കൃത്യമായ ഒരു ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, ഇപ്പൊ വൈക്കടവ് നടന്ന അനന്തു വിദ്യാർത്ഥി മരണപ്പെട്ട വിഷയത്തിലെ സെയിം വിഷയമാണ് എന്തുള്ളത് ഇവിടെ വല്ലപ്പുഴയിൽ നടന്നിട്ടുള്ളത്. മെയ് 26-ാം തീയതി നടന്നിട്ട് ഈ പ്രതിയുടെ ഒരു ഫോട്ടോ പോലും ഇതുവരെ ചാനലിലോ പത്രങ്ങളിലോ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഒരാൾ മാത്രമല്ല പ്രതി, ഒരാളാണ് ഇപ്പൊ രേഖയിൽ വന്നിട്ടുള്ളെങ്കിലും ഒരാളെ കൊണ്ട് എന്തായാലും ഒരു പന്നിനെ അറുത്ത് വിൽപ്പന നടത്തിയാണ് അത് കീസാക്കി വിതരണം ചെയ്യാൻ കഴിയില്ല. സ്ഥിരമായി വിൽപ്പന നടത്തുന്ന ആളുകളാണ് അവർ. പന്നിക്കണി വ്യാപകമായിട്ട് എത്ര ഉണ്ടോന്ന് അറിയില്ല. ഇതെന്തായാലും പന്നിക്കണിയാണ് നല്ലത് ഉറപ്പാണ്. എന്താ വെച്ചാൽ അതിന്റെ വിഷയങ്ങളും ഇപ്പൊ നമ്മളാ വീട് ഒരു വാടക വീട്ടിലാണ് ഈ പ്രതി താമസിക്കുന്നത്. ഈ വാടക വീട്ടിന്റെ അടുത്തുള്ള സ്ഥലത്ത് തന്നെ ഈ പന്നിയുടെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ ഞങ്ങൾ DFOനെ പോയി അവിടെ ഫോറസ്റ്റ് ഓഫീസിൽ അതിന്റെ കംപ്ലൈന്റും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ നിൽക്കുകയാണ്. അതിന്റെ തെളിവുകളടക്കം അവിടെ ഉണ്ട്. പോലീസ് നമുക്ക് ഇതിനനുസരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാല്ലേ. എന്താ വെച്ചാൽ വഴിക്കടവിലെ വിഷയത്തിനോട് സെയിം യാതൊരു മാറ്റമില്ല. അപ്പൊ അവിടെ ഇപ്പൊ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അന്വേഷണം ചെയ്യണം, ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണം. ഇത് സംബന്ധിച്ച് നിലമ്പൂർ CIക്കും നിലമ്പൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്കും ആക്ഷൻ കമ്മിറ്റി നിവേദനം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.